അദ്ദേഹം ഇത് 80കളിലെ പറഞ്ഞതാണ്. ബംഗ്ലാദേശ് വഴി ബംഗാളികൾ ബീഹാറിലും ബംഗാളിലും വെസ്റ്റ് ബംഗാളിലും കയറുന്നുണ്ട്, അവിടുന്ന് അവർ ബോംബെയിൽ വരുന്നുണ്ട്, ഇത് രാജ്യത്തിന് വലിയൊരു പ്രശ്നമാവുമെന്ന് ബാലാസാഹബ് താക്കറേജി ഒരു 45 വർഷത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈവൻ മലയാളികൾ തന്നെ വളരെ വെറുക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് ബാലാസാഹബ് താക്കറേജി മാറിയ കാരണം അദ്ദേഹം സ്വദേശി അല്ലെങ്കിൽ മണ്ണിൻ്റെ മക്കൾ വാദത്തെ പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ ആ മണ്ണിൻ്റെ മക്കൾ വാദം നമ്മളെ ബോംബെയിൽ മാത്രമായിരുന്നപ്പോഴത്തേക്ക് അത് തെറ്റാണ്. പക്ഷേ ഇന്ത്യക്ക് മണ്ണിന്റെ മക്കൾ വാദത്തിലോട്ട് പോകേണ്ടി വരുമ്പോഴത്തേക്ക് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ അംഗീകരിക്കേണ്ടി വന്നു. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ എതിർത്തവരോടൊപ്പം അത് നമ്മൾ നോക്കണ്ട. അച്ഛനെ നോക്കിയിട്ട് നമ്മൾ മകനെ നോക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇന്നത് അന്വർത്ഥമായിട്ട് വരെയാണ്. കേരളത്തിൽ പോലും ഇന്നലെ നമ്മൾ വായിച്ചതാണ്, കേരളത്തിൽ ഈ പല പോക്കറ്റുകളിലും ബംഗാളികൾ താമസിക്കുന്ന പോക്കറ്റുകളിൽ കഞ്ചാവും MDMA ഒക്കെ അവർ നിർലോഭം ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം ഇതിൽ പകുതി പേരോളം ഇന്ത്യക്ക് വെളിയിലുള്ളവരാണ്, അവർ ബംഗ്ലാദേശികളാണ്. ഇത് പണ്ട് ബാലാസാഹബ് താക്കറേജി പറഞ്ഞാണ്. പക്ഷേ ആ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ കേരളത്തിലെ സർക്കാർ തയ്യാറാവുന്നില്ല. നമ്മൾ അതിഥി തൊഴിലാളി എന്നും പറഞ്ഞുകൊണ്ട് ഇവരെ എത്രമാത്രം പ്രോത്സാഹിപ്പിച്ചിട്ട് വരുന്നു എന്നുള്ളത് ഒരു വിഷയമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.